ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഷിബി നസീർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നല്ല കോട്ടൻ്റെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുർത്തി മോഡലാണ് കേട്ടോ കൊണ്ടുവരുന്നത്. നല്ല അടിപൊളി പാറ്റേൺ ആണ്. ഇപ്പോൾ ഒരു ട്രെൻഡിങ് എന്ന് പറയാം. കോട്ടണിൽ ഇങ്ങനെ നല്ല ഹെവി ആയിട്ട് വർക്ക് വരുന്നത്. ഇത് നമുക്ക് 3 കളേഴ്സിൽ വരുന്നുണ്ട്. ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലത്തെയാണ്. ആലിയാണ്, ഫുൾ ഹാൻഡ് വർക്കാണ്, ഷോൾ അടക്കം ഹാൻഡ് വർക്കാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഈ ഒരു മോഡലായിരിക്കും. ഇന്ന് നമുക്ക് കോട്ടൻ്റെ കളക്ഷനാണ്. നമുക്ക് ഓരോ ദിവസവും ഓരോ മോഡലാണ് കേട്ടോ. ഇപ്പോൾ ഹോൾസെയിലുള്ളവർ ചോദിക്കുന്നുണ്ട് ഓരോ പ്രൊഡക്റ്റ് അല്ലേ വരുന്നത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് ആഴ്ചയിൽ 7 അല്ലെങ്കിൽ 6 പുതിയ മോഡൽസ് എങ്കിലും വരുന്നുണ്ട്. വല്ലപ്പോഴും 1-2 ദിവസമാണ് വീഡിയോ ഇല്ലാണ്ടിരിക്കുക. ബാക്കി എല്ലാ ദിവസവും നമുക്ക് പ്രൊഡക്റ്റ് വരുന്നുണ്ടല്ലോ. കാരണം ഇപ്പോൾ നിങ്ങൾ ഹോൾസെയിൽ എടുക്കാൻ പോയാലും അവിടെയും ഇങ്ങനെ തന്നെയാണ് വരിക. എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ അപ്ഡേഷൻ ഉണ്ടാവില്ല. നമുക്ക് എല്ലാ ദിവസവും ഓരോ പുതിയ മോഡലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആഴ്ചയിൽ നമുക്കൊരു 6 പ്രൊഡക്റ്റോളം തന്നെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് റീസെൽ ചെയ്യാനായിട്ടും പറ്റും. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് കേരള വരുന്നത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഫസ്റ്റ് തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ഔട്ട് ഓഫ് കേരള വരുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് ആയാലും 100 റുപ്പീസാണ് ഒരു ആവറേജ് എന്നുള്ള രീതിയിൽ വെച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഗുജറാത്ത് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്കും നല്ല ചാർജ് വരുന്നുണ്ട്. അപ്പോൾ എത്രയാണ് വരുന്നുള്ളത്, എക്സ്ട്രാ വരുന്നത് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ആവറേജ് ഒരു ഇപ്പോൾ 2 ദിവസം മുന്നേ വിട്ടത് 250 റേറ്റിനൊക്കെ വിടുന്നുണ്ട്. പലപ്പോഴും അങ്ങനെ വിടുന്നുണ്ട്. മുമ്പ് അത് ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം. ഇപ്പം നമ്മൾ കൂടുതൽ അത് ശ്രദ്ധിച്ച് തുടങ്ങിയപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഔട്ട് ഓഫ് കേരള നമുക്ക് ഓർഡറും വരുന്നുണ്ട്, നല്ല ചാർജും വരുന്നുണ്ട്. നമ്മൾ ചെറിയൊരു എമൗണ്ടൊക്കെ ലാഭം എടുത്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കത് ഒരിക്കലും അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എത്രയാണ് കൂടുതൽ വരുന്നത് ആ ചാർജ് നിങ്ങൾ പേ ചെയ്താൽ മതി. ഞങ്ങൾക്ക് DTDCന്ന് മെയിലായിട്ട് വരുമ്പോൾ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും അതിൽ പ്രൊഡക്റ്റിൻ്റെ വെയ്റ്റും റേറ്റും കൂടെ തന്നെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർവേഡ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ കറക്റ്റ് പൈസ നമ്മൾ എത്രയാണ് പേ ചെയ്ത് ആ പൈസ തന്നെ ഞങ്ങൾക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ വരുന്ന ഒരുവിധ എല്ലാ വീഡിയോസിലും ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കാരണം പിന്നീട് അതൊരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും പറയാം നിങ്ങൾ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ വീഡിയോയിൽ കുറേ ദിവസമായിട്ട് ഇത് പറയുന്നുണ്ട്. എക്സ്ട്രാ വരുന്നത് ഔട്ട് ഓഫ് കേരള നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ആക്കാം. കാരണം നമുക്ക് അത്രയും റേറ്റിന് ഇവിടെ നിന്ന് ഒരിക്കലും പ്രൊഡക്റ്റ് അയക്കാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെയാണ് ഹോൾസെയിലായാലും ഏത് പ്രൊഡക്റ്റ് ഇതായാലും ഇപ്പോൾ നിങ്ങൾ വെയിറ്റിനനുസരിച്ചിട്ട് പൈസ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം നമുക്കൊരു 10 പ്രൊഡക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്താലും 50 രൂപേന് 50-40 അങ്ങനെയാണ് നമുക്ക് ചാർജ് വരുന്നത്. പക്ഷേ പ്രൊഡക്റ്റിന് വെയിറ്റ് കൂടുതലിനനുസരിച്ച് 1 കിലോ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൈസ എക്സ്ട്രാ പേ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഞങ്ങൾ 10 രൂപ കുറവാണ് നിങ്ങളുടെ നിന്ന് മേടിക്കണേ. ഞങ്ങൾക്ക് എല്ലാത്തിനും 50 രൂപ അത്രയും വരും. മിനിമം എന്ന റേറ്റാണ് ഞങ്ങൾക്ക് 50. അതിന് താഴേക്ക് വരാറില്ല. കൂടുതലാണ് പോവുള്ളൂ. എന്നിട്ടും ഞങ്ങൾ 50 മിനിമം മേടിക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ വരുന്ന സ്ഥിതിക്ക് നമുക്ക് നഷ്ടത്തിലായിട്ട് ഒരിക്കലും ഇവിടെ നിന്ന് വിടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് നല്ല കാന്ത വർക്കിൽ വരുന്ന മെറ്റീരിയലാണ്. അതിൽ തന്നെ നല്ല മെറൂൺ ഒരു ചെങ്കല്ല് ബ്രിക്ക് റെഡ് മെറൂൺ മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയിൽ നമ്മളതിൽ നെക്കിൽ ഡിസൈൻ കൊടുത്തിട്ട് നല്ലൊരു റൗണ്ട് നെക്ക്, നല്ല എയർലൈൻ കട്ടിങ്, നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തും നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. 799 ആണ് നിങ്ങൾക്കിത് റീറ്റെയിൽ പ്രൈസ് വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഹോൾസെയിലിൽ നിങ്ങൾക്ക് ഇതിലും റേറ്റ് കുറവിൽ കിട്ടും. ഞാനൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഹോൾസെയിൽ റേറ്റ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഓൺ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റിയപ്പോഴാണ് ഇതുപോലെ കുറവിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് മോഡൽ. കാന്ത വർക്കിൽ വരുന്ന 3 മെറ്റീരിയൽസ് ആണ് നമുക്ക് ഇന്ന് വരുന്നത്. ഒന്ന് മെറൂൺ ഒരു ബ്രിക്ക് റെഡ് മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് യെല്ലോയിൽ പെടുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. കണ്ടോ, ഒരു ഗ്രീൻ യെല്ലോ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള വർക്കാണ്. ഞാൻ അകലെന്ന് കാണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. പ്രൊഡക്റ്റ് ഒന്ന് ചുളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അയൺ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഒന്ന് ചുളിഞ്ഞിട്ടാണ് ഇരിക്കണത്. അയൺ ചെയ്ത് നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് റീല് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ
വർക്ക് നല്ല അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട്. കോട്ടൺ മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാം, നമുക്ക് റേറ്റ് കോട്ടണ് റേറ്റ് വരുമ്പോൾ നല്ല റേറ്റ് റീറ്റെയിൽ പ്രൈസിന് തന്നെ വരുന്നുണ്ട്. മിനിമം നിങ്ങൾക്ക് 250 റുപ്പീസ് എങ്കിലും ഇതിന് മിനിമം റീറ്റെയിൽ പ്രൈസ് വരും കേട്ടോ. അതുപോലെ തന്നെ നമുക്കിനി ഈ ഒരു ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. നമുക്ക് ടീൽ ബ്ലൂ എന്നൊക്കെ പറയാം, നിങ്ങൾക്ക് നെറ്റിലടിച്ച് നോക്കി കഴിഞ്ഞാൽ കിട്ടും. ആ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ഷെയ്ഡാണ്, നല്ല അടിപൊളി എയർലൈൻ കട്ടിങ് ആണ്. നമ്മുടെ എല്ലാവർക്കും അറിയാം നല്ല മെഷർമെൻ്റ് ആണ് നമ്മുടെ വരിക. അപ്പോൾ അതാ നല്ല എയർലൈൻ കട്ടിങ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് വരുന്ന 3 കളറുള്ളൂ കേട്ടോ. ഇന്ന് 3 കളറാണ് വന്നിട്ടുള്ളത്. നല്ല കോട്ടൻ്റെ കുർത്തിയാണ്, പ്യുവർ കോട്ടണിൽ വരുന്നതാണ്. ചിലവർ ചോദിക്കും കോട്ടൺ ഷ്രിങ്ക് ആവോ? നല്ല നാച്ചുറൽ നല്ല ഇതിൽ വരുന്ന കോട്ടൺ ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ഷ്രിങ്ക് ആവാം. പോളിസ്റ്റർ പോലത്തെ മെറ്റീരിയൽസൊക്കെയാണ് ഷ്രിങ്ക് ആവാണ്ടിരിക്കുക. കോട്ടണൊക്കെ ചിലപ്പോൾ ഷ്രിങ്ക് ആവാം, റയോൺ ചിലപ്പോൾ ഷ്രിങ്ക് ആവാം. അതൊന്നും ഒരു ഷോപ്പിൻ്റെ കുഴപ്പമൊന്നുമല്ല കേട്ടോ, അതങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഫസ്റ്റ് വാഷിനൊക്കെ ചിലപ്പോൾ ഒന്ന് ചുരുങ്ങാം. നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് മീഡിയം എടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഷേപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്ന് ചുരുങ്ങിയാലും മീഡിയം തന്നെ എടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങളും അങ്ങനെ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അതൊന്നും ഒരു ഇപ്പോൾ ഏത് ഷോപ്പിൽ നിന്ന് എടുത്താലും അത് ആ ഷോപ്പിൻ്റെ കുഴപ്പമല്ല. ഇപ്പോൾ നമ്മുടെ എന്നല്ല, നിങ്ങൾ പുറത്തുനിന്ന് എടുത്താലും അത് മനസ്സിലാക്കണം. ചില മെറ്റീരിയൽസ് അങ്ങനെയാണ്, നാച്ചുറലായിട്ട് ഡൈ ചെയ്ത് വരുന്നതൊക്കെ ചിലപ്പോൾ ഒന്ന് ചായം ഇളകും. അപ്പോൾ അതിന് നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉപ്പിട്ടിട്ടുള്ള വെള്ളത്തിൽ വാഷ് ചെയ്യുക, സെപ്പറേറ്റ് വാഷ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അതുപോലെ വർക്ക് വരുന്നത് നിങ്ങൾ മാക്സിമം എന്തായാലും സ്റ്റോൺ വാഷ് ഇപ്പോൾ പറ്റില്ലല്ലോ. വർക്കൊക്കെ നമുക്കൊരു ടൈമില്ല, അതൊരു ട്രെൻഡിങ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതെടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് കെയർ ചെയ്യണം. പിന്നെന്താ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ്. ഹോൾസെയിലായിട്ടും അവൈലബിൾ ആണ്. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പറയണത് ഫുള്ളായിട്ട് കേൾക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.